നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് ഒരു വൈഫൈ സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡ് IEEE എന്ന, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇവരാണ് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡുകൾ. ഇത് ഓരോ കാലഘട്ടത്തിലായിട്ട് വന്നതാണ്. ആദ്യം തുടങ്ങി, അതായത് വൈഫൈ 1 തുടങ്ങി. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 802.11b വൈഫൈ 1, 802.11a വൈഫൈ 2, അതായത് ജനറേഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. വൈഫൈ ജനറേഷൻ 1, ജനറേഷൻ 2. ഇത് 802.11g എന്ന് പറയുമ്പോൾ വൈഫൈ 3, 802.11n എന്ന് പറയുമ്പോൾ വൈഫൈ 4 ജനറേഷൻ, 802.11ac എന്ന് പറയുമ്പോൾ വൈഫൈ 5, 802.11ax എന്ന് പറയുന്നത് വൈഫൈ 6. അപ്പോൾ നമുക്കിതിനകത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ വൈഫൈ നമുക്കിവിടെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതെല്ലാം ആ ഒരു ഒറ്റ ഇതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വൈഫൈ 4 വരെയുള്ള ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമ്മളൊരു വൈഫൈ 4ൻ്റെ ഒരു ഡിവൈസാണ്, അതായത് ഈ വരുന്നതിൽ ആ ഒരു ഡിവൈസാണ്, വൈഫൈ 4ൻ്റെ ഡിവൈസാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കാണിക്കുന്നത്, അവിടെ ഇതെല്ലാം ഒരുമിച്ച് കാണിച്ചിട്ടുണ്ടാകും. അതായത് 802.11b എന്നുള്ളിടത്ത് ഒരു സ്ലാഷ് ഇട്ടിട്ട് അവിടെ ഈ പറഞ്ഞ A ഉണ്ടാവും, G ഉണ്ടാവും, N ഉണ്ടാവും. ഇത് ഇത്ര ഒരുമിച്ച് കാണിച്ചേക്കായിരിക്കും. അപ്പോൾ ഇവിടം വരെയുള്ള ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഡിവൈസുകൾ നോക്കിയാൽ മതി, 3 ജനറേഷൻസ് നോക്കിയാൽ മതി. വൈഫൈ 4, വൈഫൈ 5, വൈഫൈ 6. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഈ ഒരു വൈഫൈ 4 വരുമ്പോൾ 802.11 ഈ പറഞ്ഞ BAGN എന്നൊക്കെ പറഞ്ഞായിരിക്കും കാണിച്ചേക്കുന്നത്. അതായത് 11N ഒന്ന് നോക്കാം, 11N എന്ന് പറഞ്ഞായിരിക്കും കാണിച്ചേക്കുന്നതാണ് വൈഫൈ 4. ഓക്കെ. വൈഫൈ 6 വരുമ്പോൾ 802.11ac എന്ന് പറഞ്ഞു വരും, AC. അത് വൈഫൈ 5 ആണ്, അതായത് 5G മോഡൽ എന്ന് പറയില്ലേ, വൈഫൈ 5G വരുമ്പോഴാണ് AC. നമുക്ക് അറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള, അതായത് ഡ്യുവൽ ബാൻഡ് 2 ബാൻഡ് വിത്തുള്ള 2.4 5G ഹെർട്സ് കൂടി വരുമ്പോഴാണ് ആ AC വരുന്നത്. അപ്പോൾ അതാണ് ആ AC വരുന്നത്. വൈഫൈ 5 ജനറേഷനാണത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ 6. വൈഫൈ 6ലാണ് ഈ ഒരു AX വരുന്നത്, 802.11ax. ഞാൻ നോർമലി നോക്കാറെന്ന് പറഞ്ഞെങ്കിൽ AC അല്ലെങ്കിൽ AX അല്ലെങ്കിൽ N വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈഫൈ, അതായത് 2.4 മാത്രമുള്ള സിംഗിൾ ബാൻഡിലേക്ക് ഇനി N വന്നത്. അതിനകത്ത് വൈഫൈയുടെ വരുമ്പോൾ വൈഫൈ 4 ആയിരിക്കും. അതുപോലെ തന്നെ 802.11 AC വരുമ്പോൾ, AC വരുന്നതൊക്കെ ഡ്യുവൽ ബാൻഡ് ആയിരിക്കും. ഡ്യുവൽ ബാൻഡൊക്കെ വൈഫൈ 5 വരുന്നതായിരിക്കും. അതുപോലെ തന്നെ AX ആണ്, AX റൗട്ടേഴ്സാണ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ മേടിക്കേണ്ടത്. അത് വൈഫൈ 6 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 റൗട്ടേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇതൊരു TP ലിങ്കിൻ്റെ ഒരു റൗട്ടറിൻ്റെ ബോക്സാണ്. അതായത് ഇത് AC 750 എന്നാണ് ഇതിനകത്ത് കൊടുത്തത്. കണ്ടില്ലേ, TP ലിങ്കിൻ്റെ AC 750 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് AC ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഡ്യുവൽ ബാൻഡാണ്. ഇത് താഴെ തന്നെ ഇതിലുണ്ട് ഡ്യുവൽ ബാൻഡ് വൈഫൈ റൗട്ടർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് AC വരുമ്പോൾ ഇവിടെ AC വരുന്നില്ല, AC വരുമ്പോൾ ഡ്യുവൽ ബാൻഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ AC എന്ന് പറയുന്നുണ്ടെങ്കിൽ വൈഫൈ 5 സീരീസിൽ പെടുന്നത്, അതായത് ജനറേഷൻ പറയുകയാണെങ്കിൽ വൈഫൈ 5 പെട്ട, അതായത് ഡ്യുവൽ ബാൻഡ് ആയിട്ടുള്ളൊരു റൗട്ടറാണത്. ഇപ്പോൾ നോർമലി അതൊരു സിംഗിൾ ബാൻഡ് ആണെങ്കിൽ എന്ത് വരും, N വരും. ഉണ്ടല്ലേ, N എഴുതുന്നത് ഇങ്ങനെ ഒരുമിച്ചായിരിക്കും, BAGN എന്നുള്ള ഒരുമിച്ചായിരിക്കും അതിനകത്ത് എഴുതുന്നത്. അപ്പോൾ ഇതൊരു ഡ്യുവൽ ബാൻഡാണ്. ഈ കാണുന്നൊരു ഡ്യുവൽ ബാൻഡ് റൗട്ടറാണ് ഈ AC വരുമ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് AX വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്നത് ഒരു AX റൗട്ടറാണ്. കണ്ടില്ലേ, AX, അതായത് TP ലിങ്കിൻ്റെ തന്നെ AX 1500 എന്ന് കണ്ടില്ലേ, AX. അപ്പോൾ AX എവിടെ വരുന്നത്, ഇതാണ് AX. ഈ AX വരുമ്പോൾ വൈഫൈ 6, അതായത് ഈ കാണുന്നത് ഒരു വൈഫൈ 6ൻ്റെ റൗട്ടറാണ്.